മുത്തശ്ശൻ ആദ്യമായിട്ട് വീട് പണിത് പൂർത്തിയാക്കിയതിനു ശേഷം വീട്ടുകാരെയൊക്കെ വീട് കാണിക്കുവാനായിട്ട് കൊണ്ടുവന്ന ആ ഒരു നിമിഷവും ഇപ്പോൾ മുത്തശ്ശൻ അവസാനമായിട്ട് ആ ഒരു വീട് കാണുന്ന നിമിഷവും കൂടി ഒന്നിച്ച് കാണിക്കുകയാണ്. മുത്തശ്ശനും ലിഫ്റ്റിലെ ഒരു ബട്ടണൊക്കെ ഞെക്കി കഴിയുമ്പോഴത്തേക്കും സീക്രട്ട് ആയിട്ടുള്ള റൂമൊക്കെ തുറന്നു വരുമെന്ന് പറഞ്ഞ് ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫാമിലിയിലുള്ള എല്ലാവരും കൂടി ചേർന്നിട്ട് ആ ഒരു സീക്രട്ട് റൂമിലേക്കൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും അവിടെ ഒന്നും തന്നെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ കുറെ അധികം പെട്ടികളൊക്കെ വലിച്ചുകൊണ്ട് പോയതിന്റെ പാടുകളൊക്കെ താഴെ കാണുവാനായിട്ടും കഴിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ സൊൽഹി എത്തി ആ ഒരു പണം എല്ലാം തന്നെ കൈക്കലാക്കിയെന്ന കാര്യം അവരും മനസ്സിലാക്കുന്നു. സ്വന്തം മക്കളോട് പോലും ഈ ഒരു റൂമിന്റെ കാര്യമൊന്നും അച്ഛൻ പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ എന്നൊക്കെ ഹെയിന്റെ അച്ഛനും പറയുകയാണ്. സത്യം പറ, നിങ്ങൾ എന്റെ അച്ഛന്റെ പണമൊക്കെ കൈക്കലാക്കിയതിനു ശേഷം അച്ഛനെ കൊന്നതല്ലേ? അതുകൊണ്ട് തന്നെ ഇനി ഒരു നിമിഷം പോലും നിങ്ങൾ ഈ വീട്ടിൽ നിൽക്കുവാനായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞ് ബ്യോംചെയും സൊൽഹിനെ പുറത്താക്കുവാനൊക്കെ ശ്രമിക്കുന്നു. ഞാൻ ഈ ഒരു വീട്ടിൽ നിയമപരമായിട്ട് തന്നെ നിൽക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് നമ്മൾ ഒന്നിച്ചല്ല ഈ വീട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ എന്തിനാണ് നിങ്ങൾ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നതെന്നാണ് സ്യോൽഹിയും ചോദിക്കുന്നതൊക്കെ. സ്യോൽഹിയുടെ കാര്യത്തിൽ നമുക്കിപ്പോൾ ഒന്നും തന്നെ ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. കോടതിയുടെ ഉത്തരവുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നമുക്ക് ഇറക്കി വിടുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ഹ്യുനു പോലും പറയുന്നത്. ഹെയ്നും ഇപ്പോൾ തിരിച്ച് മുത്തശ്ശന്റെ റൂമിലേക്കൊക്കെ എത്തിയതിനു ശേഷം അവൾ കൊടുത്ത പേനയൊക്കെ അവൾ ഒന്ന് ഞെക്കി നോക്കുന്നു. അപ്പോഴാകട്ടെ അതിൽ നിന്ന് മുത്തശ്ശന്റെ സൗണ്ടൊക്കെയാണ് അവളും കേൾക്കുന്നത്. ഹെയ്നോട് നേരിട്ട് കണ്ട് സംസാരിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഈ ഒരു വഴിയിലൂടെയെങ്കിലും അവളോട് സംസാരിക്കാനായിട്ട് സാധിച്ചതിൽ മുത്തശ്ശൻ നന്ദി പറയുന്നതായിരുന്നു ആ ഓഡിയോയിൽ ഉണ്ടായിരുന്നതും. ജീവിച്ച സമയത്തെല്ലാം തന്നെ പണത്തിന് പിന്നാലെ നടന്നത് കൊണ്ട് തന്നെ ഫാമിലിനെ പോലും ശരിക്കും നോക്കുവാനായിട്ട് സാധിച്ചില്ല. ആ ഒരു കുറ്റബോധമൊക്കെ ഇപ്പോൾ മുത്തശ്ശന്റെ ഉള്ളിലുണ്ട്. ഞാനും ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കിയ സ്വത്തൊക്കെ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനായിട്ട് അതെല്ലാം തന്നെ സ്വരുക്കൂട്ടി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അതെല്ലാം തന്നെ കൂട്ടിക്കൂട്ടി വെച്ച് തന്നെ എന്റെ ജീവിതം അവസാനിച്ചു. പക്ഷെ നിങ്ങൾക്കും ആ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകുവാനായിട്ട് പാടില്ല. ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒരുപാട് സ്നേഹിക്കുന്നു. നിങ്ങളും എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു മുത്തശ്ശനും വോയിസൊക്കെ അവസാനിപ്പിച്ചിട്ടുമുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ മുത്തശ്ശന്റെ അടക്കം ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. ഹെയ്ൻ ഒറ്റയ്ക്കിരിക്കുമ്പോഴത്തേക്കും ഹെയിന്റെ അടുത്തേക്ക് ഹ്യുനുവു കൂടി എത്തുകയാണ്. ഇപ്പോൾ ആകട്ടെ മരണത്തിന്റെ ഒരു റിഹേഴ്സലൊക്കെ നടക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്നാണ് അവളും അറിയിക്കുന്നത്. ഇപ്പോൾ കുഴികുത്തി മൂടിയതിനു ശേഷം പിന്നീട് എല്ലാവരും തന്നെ തിരിച്ച് വീട്ടിലേക്കൊക്കെ പോകുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ അവർ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് എന്റെ മരണം കൂടി സംഭവിക്കുകയാണെങ്കിൽ അവരാകെ തകർന്നും പോകുന്നതായിരിക്കും. ഡോക്ടർ പറഞ്ഞ 3 മാസമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഏത് നിമിഷം വേണമെങ്കിലും ഞാൻ മരിക്കാം. ഇന്ന് രാത്രി വേണമെങ്കിലും ഞാൻ മരിക്കാം. അതുകൊണ്ട് തന്നെ ഇവർ എന്നെ കുറിച്ച് ഓർത്ത് കരയാതെ ഇരിക്കുവാനായിട്ട് ഇനിയും ജീവിച്ചിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ഹെയ്നും ഹ്യുനുവിനെ അറിയിക്കുന്നു. ഇപ്പോഴുള്ള കാലാവസ്ഥയും പക്ഷികളും എല്ലാം തന്നെ കാണുവാൻ സുന്ദരമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ജീവിക്കണമെന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും ഹ്യുനുവും കരയുകയായിരുന്നു. സ്യോൽഹിയും ഉൺസിങ്ങിനെയും കൂട്ടിക്കൊണ്ട് ഒരു സേഫിന്റെ ഒക്കെ മുൻപിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ അതിന്റെ ഡോർ തുറക്കുമ്പോഴാകട്ടെ ഒരുപാട് പണമൊക്കെ കൂട്ടി വെച്ചിരിക്കുന്നതായിരുന്നു അവനും കാണുന്നത്. മുത്തശ്ശനും പണ്ട് മുതലേ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇരിക്കെ മുത്തശ്ശൻ ആദ്യമായി വീട് പണിത സമയത്തും സീക്രട്ട് റൂമൊക്കെ കാണിച്ചു കൊടുത്ത ഒരു വീഡിയോ ഒക്കെ സ്യോൽഹിയും കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആയിരുന്നു ആ ഒരു പണമൊക്കെ അവിടെ ഉണ്ടെന്ന് സ്യോൽഹി മനസ്സിലാക്കിയതും. നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ നിന്നോട് പറഞ്ഞതല്ലേ? ഈ ഒരു പണം എല്ലാം തന്നെ നിന്നെ സേഫ് ആക്കി മാറ്റുന്നതായിരിക്കുമെന്ന് കൂടി സൊലിഹ അറിയിക്കുന്നു. യുനുവിന്റെ അച്ഛനും ഹെയിന്റെ അച്ഛനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. മകൾ ഒരു അസുഖക്കാരിയാണ്. അങ്ങനെ ഇരിക്കെ അച്ഛനും മരിച്ചുപോയി. ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെയൊക്കെയാണ് അയാളും ഹാൻഡിൽ ചെയ്യുക എന്നൊക്കെ അച്ഛൻ ചോദിക്കുമ്പോഴത്തേക്കും ചേട്ടനാകട്ടെ അതിലും വലിയ മറ്റൊരു പ്രശ്നത്തെ കുറിച്ചൊക്കെ ആയിരുന്നു സംസാരിക്കുന്നത്. മുത്തശ്ശനും 21% ഷെയർ ആയിരുന്നു സോൽഹിനെ വിശ്വസിച്ചേൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മുത്തശ്ശൻ മരിച്ചത് കൊണ്ട് തന്നെ ആ ഒരു ഷെയർ എല്ലാം തന്നെ ഡയറക്റ്റ് ആയിട്ട് മുത്തശ്ശന്റെ ഫാമിലിക്ക് ലഭിക്കും. ഉൺസിങ്ങിന് നേരത്തെ ഉണ്ടായിരുന്നത് 59.1% ഷെയർ ആയിരുന്നു. ഇപ്പോഴാകട്ടെ അത് 38.1% ഷെയർ ആയിട്ട് കുറഞ്ഞു. ഹെയിന്റെ ഫാമിലിയുടെ കുറെ സ്വത്തൊക്കെ മരവിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ആ ഒരു സ്വത്തും കൂടി വിട്ടുകിട്ടുകയാണ് എങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് 34.7% ഷെയർക്ക് ലഭിക്കുന്നതായിരിക്കും. എങ്കിൽ പോലും അവർ തമ്മിൽ 3.4% ഷെയർ ഗ്യാപ്പ് ഉണ്ട്. ഞാനും ക്വീൻസിന്റെ സ്റ്റോക്സ് ഒക്കെ മേടിച്ച ചെറിയ ആളുകളുടെ കൂടുതലുള്ള ആളാണ്. അങ്ങനെ ഇരിക്കെ ഹ്യുനു ആണല്ലോ ഹെയിന്റെ ഫാമിലിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഹ്യുൻമുനും കുറെ ഷെയർസ് ഒക്കെ അവർ നൽകുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ അവനൊരു സിഇഒ എങ്കിലും ആക്കുകയാണെങ്കിൽ അത് നമുക്ക് ഉപകാരപ്പെടുകയില്ലേ എന്നൊക്കെയാണ് ചേട്ടൻ ചോദിക്കുന്നത്. ചേട്ടൻ ഇത്രത്തോളം ഒക്കെ ആലോചിച്ചു കൂട്ടുമെന്ന് ഒരിക്കലും അച്ഛൻ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അച്ഛനും ആരെങ്കിലും നിന്റെ അച്ഛൻ ആരാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒരു കാരണവശാലും എന്റെ പേരൊന്നും പറഞ്ഞേക്കരുത് എന്ന് പറഞ്ഞ് അവന്റെ അടുത്തൊന്നും പോകുന്നു. ഹിരുവിന്റെ അച്ഛനും ഹെയിന്റെ അച്ഛനും ഒരു ഫ്രൂട്ടൊക്കെ നൽകുകയാണ്. ശരിക്കും ആ ഒരു ഫ്രൂട്ടൊക്കെ വളരെ കയ്പുള്ള ഒന്നായിരുന്നു. പക്ഷെ അതിലേക്ക് സോജൊക്കെ ഒഴിച്ച് അത് കഴിക്കാൻ
ആയിരിക്കുമ്പോഴത്തേക്കും ആകട്ടെ അത് മധുരമുള്ളതായി മാറും. നമ്മുടെ ലൈഫും അതുപോലെയൊക്കെയാണ്. ലൈഫ് എപ്പോഴും കൈപ്പേറിയതാണെങ്കിൽ പോലും നമ്മൾ അതിന്റെ കൂടെ കുറച്ച് സോജുവൊക്കെ ആഡ് ചെയ്ത് അത് മധുരമുള്ളതാക്കി തീർക്കേണ്ടതായിട്ടുണ്ടെന്നാണ് അച്ഛനും ഇപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ ഹുനുവിന് ജർമ്മനിയിൽ നിന്നും ഒരു കോളൊക്കെ വരികയാണ്. അതായത് ഹെയിന് സർജറിയൊക്കെ നടത്തുവാനായിട്ട് അവർക്ക് സാധിക്കുമെന്നാണ് അവർ പറയുന്നത്. സിമിലർ ആയിട്ടുള്ള മറ്റൊരു കേസിലും സർജറിയൊക്കെ നടത്തിയിട്ട് അവരതിൽ സക്സസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു തവണയാകട്ടെ ഫുൾ ആയിട്ടുള്ള ഒരു റിക്കവറി ഒന്നും പറയുവാനായിട്ട് സാധിക്കുകയില്ലെങ്കിലും സർജറിയൊക്കെ നടത്തുവാൻ സാധിക്കുമെന്ന വിശ്വാസമൊക്കെ അവർക്കുമുണ്ട്. ഹിനു ഈ ഒരു കാര്യമൊക്കെ അച്ഛന്മാരുടെ അടുത്ത് പറയുവാൻ നോക്കുമ്പോഴത്തേക്കും അവർക്കും ഒരുപാട് സന്തോഷമൊക്കെ ആക്കുകയാണ്. പക്ഷെ ഒരു പ്രശ്നം കൂടി ഉണ്ട് എന്ന് ഹിനുവും അവരോട് പറയുന്നു. ഇപ്പോൾ ഫാമിലിയിലെ ബാക്കിയുള്ള അംഗങ്ങളെയും കൂടി സർജറിയൊക്കെ നടത്തുവാൻ സാധിക്കുമെന്ന കാര്യമൊക്കെ അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുപാട് സന്തോഷിക്കുന്നു. ഹെയ്നും എത്രയൊക്കെ ആലോചിച്ചിട്ടും ഒരു വിശ്വാസമൊന്നും വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കും ഉറങ്ങാൻ പോലും സാധിക്കാത്ത അവളും പിന്നീട് ഹിനുവിനെ കാണുവാനായിട്ടൊക്കെ എത്തുകയാണ്. അവരെങ്ങനെയാണ് നിന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? മെയിൽ അയക്കുകയായിരുന്നോ, കോൾ ചെയ്യുകയായിരുന്നോ, വീഡിയോ കോൾ ആയിരുന്നോ എന്നൊക്കെ ഹെയ്നും കൂടുതലായിട്ടൊക്കെ ചോദിക്കുന്നു. ഇനി വല്ല സ്കാമേഴ്സോ ആണോ വിളിച്ചതെന്നൊക്കെ ഹെയ്ൻ സംശയിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ റിയൽ ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരുന്നു എന്ന കാര്യം ഹ്യൂനുവും അവളെ അറിയിക്കുകയാണ്. അവള് മാറി മാറി ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഒരു കുഴപ്പവും ഉണ്ടാക്കുകയില്ല എന്നൊക്കെ അവനും ഉറപ്പ് നൽകുന്നു. ഈ ഒരു സമയത്തായിരുന്നു ഡോക്ടർ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി അവൻ പേരൻസിന്റെ അടുത്ത് പറഞ്ഞതിനെ കുറിച്ചൊക്കെ ഓർക്കുന്നത്. അതായത് ഹെയ്ൻ ഓപ്പറേഷൻ ഒക്കെ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ഓർമ്മകളൊക്കെ നഷ്ടപ്പെടുവാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. പക്ഷെ നമുക്ക് ഓർമ്മയെക്കാളും അവളുടെ ജീവനല്ലേ വലുത് എന്നൊക്കെ ആയിരുന്നു ഹിനു ചോദിക്കുന്നത്. മാത്രമല്ല അച്ഛനും ഇങ്ങനെ ഒരു സൈഡ് എഫക്റ്റ് ഒക്കെ ഇതിന് ഉണ്ടെന്ന് അറിയിക്കുകയാണെങ്കിൽ അവൾ ഒരിക്കലും ഈ ഒരു ഓപ്പറേഷൻ നടക്കുവാനായിട്ട് സമ്മതിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മൂന്ന് പേരും ഈ ഒരു കാര്യങ്ങളൊക്കെ അവളുടെ അടുത്തുനിന്ന് മറച്ചു വെക്കണമെന്ന് കൂടി അച്ഛനും ആവശ്യപ്പെടുന്നു. നമ്മളിപ്പോൾ കാര്യങ്ങളൊന്നും പറയാതെ അവളെ ജർമ്മനിയിലേക്ക് കൊണ്ടുപോകണം. അവിടെ വെച്ച് കാര്യമൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവളെ എങ്ങനെയെങ്കിലും ഈ ഒരു സർജറിക്ക് വേണ്ടി തയ്യാറാക്കേണ്ടതായിട്ടുമുണ്ടെന്നാണ് അച്ഛനും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഹെയ്ൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ അവൻ മറുപടി പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സൈഡ് എഫക്റ്റിന്റെ കാര്യം അവനും മറച്ചു വെക്കുന്നു. കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഹെയ്നെയൊക്കെയാണ് ഹിൻവുവും കാണുന്നത്. അവളാകട്ടെ വീണ്ടും ജീവിക്കുവാനായിട്ട് സാധിക്കുമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ പെട്ടെന്ന് എല്ലാം തന്നെ ശരിയായെന്ന് അറിയുമ്പോഴത്തേക്കും സന്തോഷം കൊണ്ട് കരഞ്ഞു പോവുകയാണ്. അങ്ങനെ അവളെ സമാധാനിപ്പിച്ചതിന് ശേഷം അവളുടെ ഒപ്പമൊക്കെയാണ് ഹ്യുനുവും കിടന്നുറങ്ങുന്നത്. ഇനി പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ എന്നൊക്കെ ഹെയ്നി ചോദിക്കുന്നത് കൊണ്ട് തന്നെ ഹിനുവും അതിനെ സമ്മതിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പല പല സ്ഥലങ്ങളിലൂടെയൊക്കെ കറങ്ങുവാനായിട്ട് പോകുകയാണ്. അവനും അവളുടെ ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുത്തും കൊടുക്കുന്നു. നമ്മൾ ഹണിമൂണിന് ശേഷം ആദ്യമായിട്ടുള്ള ഇപ്പോൾ ഒരു ട്രിപ്പിനൊക്കെ പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അല്ലാതെ നമ്മൾക്ക് സ്ഥിരമായിട്ടൊക്കെ ട്രിപ്പിന് പോകാം. ഞാനും എന്റെ വർക്കൊക്കെ മാറ്റി വെച്ചിട്ട് ട്രിപ്പിന് വരുന്നതായിരിക്കുമെന്നൊക്കെ ഹെയ്നു ഹിനുവിന് വാക്ക് നൽകുന്നു. നിന്നോട് ഞാൻ പറയാത്തതായിട്ട് 3 കാര്യങ്ങളുണ്ട്. ആ 3 കാര്യങ്ങളും സർജറിക്ക് മുമ്പായിട്ട് തന്നെ ഞാൻ നിന്നെ അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ അതിലെ ആദ്യത്തെ കാര്യം പറയാമെന്ന് പറഞ്ഞ് ഹെയ്നും ആ ഒരു MP3 ഒക്കെ എടുത്ത് കാണിക്കുകയാണ്. ഇതിലുള്ള എച്ച് കണ്ടില്ലേ? അതെന്റെ പേരാണ്. ഇതിന്റെ ശരിക്കുമുള്ള ഓണർ അത് ഞാനാണ്. ഞാൻ വിദേശത്തൊക്കെ പഠിക്കുവാനായിട്ട് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു MP3 ഒക്കെ എനിക്ക് നഷ്ടപ്പെട്ടതായിരുന്നു. ഇപ്പോൾ അത് ആരുടെ കയ്യിലാണ് ഉള്ളതെന്ന് നോക്കുവാനൊക്കെ അവളും പറയുകയാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്? നിനക്ക് ഞാൻ ആരുമല്ലായിരുന്നല്ലോ. പിന്നെ ഇനിയാണെങ്കിലും നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഞാനും പുതിയൊരു ഞാനായിട്ടായിരിക്കും ഇനി തിരിച്ചു വരിക എന്നൊക്കെയാണ് ഹെയ്നും പറയുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു രീതിയിൽ ജീവിക്കാനും സാധിക്കുമെന്നൊക്കെ അവൾ പറഞ്ഞതിന് ശേഷം മറ്റൊരു കാര്യം കൂടി പറയുകയാണ്. അതായത് ഞാൻ ചെറുപ്പത്തിൽ വെള്ളത്തിലൊക്കെ അപകടത്തിൽപ്പെട്ട സമയത്ത് എന്നെ ഉൻസിംഗ് ആയിരുന്നു രക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങളും ഒരു പക്ഷെ വിധിയാൽ ഒന്നിക്കപ്പെട്ടവരായിരിക്കുമോ എന്നൊക്കെ അവളും സംശയിക്കുന്നു. അത് കേൾക്കുമ്പോഴത്തേക്കും ഹിനുവിനും കുറച്ചൊക്കെ അസൂയ തോന്നുകയാണ്. നിന്നോട് ഇതൊക്കെ പറയുവാൻ അവൻ എന്ത് ധൈര്യം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഹിനു ചോദിക്കുന്നത്. അതിനിപ്പോ എന്താ ഇത്രയ്ക്ക് കുഴപ്പം? നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ലവ് സ്റ്റോറി ഒക്കെ ഉണ്ടായിരുന്നില്ല എന്ന് ഹെയിലും ചോദിക്കുന്നു. നിന്നെ ആദ്യമായിട്ട് കണ്ട സമയത്ത് ഈ ഒരു കുട്ടി ഈ സ്കൂളിലാണോ പഠിക്കുന്നത്? എന്തൊരു കഷ്ടമാണ്. ഈ സമയത്ത് തന്നെ എനിക്ക് സ്കൂളിൽ നിന്ന് പോകേണ്ടതായിട്ട് വന്നല്ലോ എന്നൊക്കെ ആയിരുന്നു അവനെക്കുറിച്ചും ഹെയ്ൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. അവൾ ഏത് രീതിയിലുള്ള ചെരുപ്പായിരുന്നു, ഏത് രീതിയിലുള്ള സോക്സ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നതെന്നെല്ലാം തന്നെ ഹ്യുനു അന്ന് തന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ ഹെയർ സ്റ്റൈൽ പോലും അവൻ ഓർമ്മയുണ്ടായിരുന്നു. ആദ്യമായിട്ട് അവളെ കണ്ട സമയത്താകട്ടെ എന്റെ സ്വപ്നത്തിലെ പെൺകുട്ടീനെ ഞാൻ കണ്ടുമുട്ടിയെന്നായിരുന്നു അവന് തോന്നിയതും. പിറ്റേ ദിവസം മുതൽ ആ ഒരു സ്കൂളിലെ പലയിടങ്ങളിലൂടെയും അവളെ അന്വേഷിച്ചും അവൻ നടന്നിട്ടുണ്ടായിരുന്നു. അവളുടെ പേരൊന്നും അവൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നത് കൊണ്ട് തന്നെ ആ ഒരു MP3യുമായിട്ട് അവളെ അന്വേഷിച്ച് ശരിക്കും ഒരു സിൻഡ്രല്ലേനെ അന്വേഷിച്ച് പ്രിൻസ് നടന്നതുപോലെ താനും നടന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഹിനുവും പറയുന്നത്. അതിനെല്ലാം ശേഷം നമ്മൾ കണ്ടുമുട്ടി. പിന്നീട് നമ്മൾ പ്രണയിച്ചു, വിവാഹം കഴിച്ചു, ഡിവോഴ്സ് ചെയ്തു. എന്നിട്ട് പോലും വീണ്ടും നമ്മളിപ്പോൾ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥത്തിലുള്ള വിധിയെന്ന് കൂടി അവനും അറിയിക്കുന്നു.
ഇതുവരെ നമ്മൾ നിന്നതുപോലെ തന്നെ നമുക്ക് തുടർന്ന് നിൽക്കാം. ഫ്യൂച്ചറിൽ പോലും നമുക്ക് ഒന്നിച്ചിരിക്കാം എന്നൊക്കെ ഹെയ്നും പറയുന്നു. ഹെയ്നും ഇപ്പോൾ മോതിരമൊക്കെ കാണിച്ചതിന് ശേഷം ആ ഒരു ഡിവോഴ്സ് ഒക്കെ പിൻവലിക്കുവാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് അവളും അറിയിക്കുമ്പോഴത്തേക്കും ഹ്യുൻവുവും ഒരുപാട് സന്തോഷിക്കുകയാണ്. നാളെ ഒരു ദിവസം നീ എണീറ്റ് കഴിയുമ്പോഴത്തേക്കും എന്നെ നിനക്ക് ഇഷ്ടമില്ലെന്നെങ്ങാനും നീ പറയുമോ എന്നൊക്കെ ഹ്യുൻവു ചോദിക്കുമ്പോഴത്തേക്കും മനസ്സ് മാറുകയാണെങ്കിൽ അതൊരിക്കലും ഈ മോതിരം തിരികെ കൊടുക്കാനായിട്ടുള്ള ഒരു റീസൺ അല്ല എന്നാണ് അവളും അറിയിക്കുന്നത്. അവളും അവന്റെ ഹൃദയത്തുടിപ്പൊക്കെ കേട്ടുകൊണ്ട് അവനോട് ചേർന്നിരിക്കുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. ബൈ.